അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് വിശുദ്ധ വാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ഈ ദിവസങ്ങളിലുള്ള വചനങ്ങളിൽ കർത്താവെ, ഒരു കുരിശ് കിട്ടിയാൽ അതിൻ്റെ കൂടെ കർത്താവിനെ കൂടി കിട്ടുമെന്ന് ആ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞങ്ങൾക്ക് വെളിപാട് തന്നു ചെയ്യും. ഞങ്ങൾക്ക് നിലവിലുള്ള കുരിശിൻ്റെ കൂടെ എല്ലാം കർത്താവിനെ കൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളത് കർത്താവിൻ്റെ നാമത്തിലാക്കുന്നു ചെയ്യും. കർത്താവെ, അങ്ങയുടെ മക്കള് ജീവിതത്തിൻ്റെ ഓരോരോ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ അവരവിടെ അനുഭവിക്കുന്ന പ്രത്യേക സങ്കടങ്ങൾ, പ്രത്യേക വിഷമതകൾ, പ്രത്യേക തടസ്സങ്ങൾ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഈ നിമിഷം വിട്ടുമാറണമെന്ന് കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. വിവാഹം തടസ്സമുള്ളവരെ, മരുന്ന് ഭരിക്കാത്തവരെ, മരുന്ന് കിട്ടാത്തവരെ കർത്താവ് ഈ ആശീർവാദ ശക്തിയാൽ അങ്ങയുടെ മക്കൾ അങ്ങ് സുഖപ്പെടുത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, കാൽവരിയിലെ മാതാവേ,
എല്ലാ മക്കൾക്കും സഹനത്തിൻ്റെ അമ്മയെപ്പോലെ ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ആരാധന കൂടുന്നവരെല്ലാം കൂടുമ്പോഴെല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയട്ടെ. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധികൾ, രോഗങ്ങൾ, പീഡകൾ, ആശങ്കകൾ, ഉത്കണ്ഠകൾ യേശുക്രിസ്തു നാം നീങ്ങിപ്പോട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ സത്യവചനം എന്നാണ് പറയുന്നത്. എന്താ? ദൈവം സത്യമായതുകൊണ്ട് സത്യമായ ദൈവത്തിൽ നിന്ന് വരുന്ന വചനം സത്യവചനങ്ങളാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം സത്യമാണെങ്കിലും നമ്മൾ അത് നുണയായിട്ട് സ്വീകരിച്ചാൽ നമുക്കത് സത്യം ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ ഇതെന്താ ഇങ്ങനെ പറയണത് ചോദിക്കും. അങ്ങനെയല്ല, ഇത് ശരിയാണ്. ദൈവത്തിൽ നിന്ന് വരണത് സത്യവചനമാണ് വരണത്. സത്യമായ ദൈവത്തിന് സത്യവചനം വരും. പക്ഷെ നമ്മളത് നുണയായിട്ട് സ്വീകരിച്ചാൽ നമ്മൾക്കത് ഫീൽ ചെയ്യത്തില്ല, ആ സത്യം ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ നുണയെ സ്വീകരിച്ച ആൾക്കാരുണ്ട് ബൈബിളിൽ. അതിൽ ഒന്നാമത്തെ ആൾ സാറയാണ്. അവരതൊരു തമാശയായിട്ട്, കോമഡിയായിട്ട് എടുത്തത്. അതുകൊണ്ട് അവർ ചിരിച്ചത്. എനിക്ക് സാറയുടെ ചിരിയുണ്ടല്ലോ, സാറ ചിരിക്കുന്നു. നമ്മുടെ അണുബോംബിൻ്റെ പേരെന്തായിരുന്നു ആദ്യം ഉണ്ടാക്കിയ? ബുദ്ധൻ ചിരിക്കുന്നു. അതുപോലെ എൻ്റെ മനസ്സിൽ സാറ ഒരു അണുബോംബായിരിക്കും മിക്കവാറും. അത് അവർ കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ ചിരിച്ചു. പക്ഷെ എബ്രഹാം ചിരിച്ചില്ല. സാറ വിശ്വാസിയുടെ മാതാവാകേണ്ട ആളായിരുന്നു, പക്ഷെ പോയി. രണ്ടുപേരോട് ഒരേ സമയത്താണ് കർത്താവ് വചനം പറഞ്ഞത്. ഒരാൾ മാത്രം വിശ്വാസിയുടെ പിതാവായി, മറ്റാൾ ചിരിച്ചില്ലെന്ന് പിന്നെയും നുണ പറഞ്ഞു. അപ്പോഴും കർത്താവ് പറഞ്ഞു, നുണയാണ് പറഞ്ഞത്, നീ ചിരിച്ചെന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹം വചനത്തെ, എല്ലാ വചനങ്ങളെയും ഞാൻ പണ്ടേ പത്തിപ്പറമ്പിൽ അച്ഛനെന്നും പറഞ്ഞൊരു അച്ഛനാണ് എന്നെ ബൈബിൾ പഠിപ്പിച്ചത്. എന്നെ അല്ല, ഞങ്ങളുടെ ബാച്ചിനാണ്. അപ്പോൾ അദ്ദേഹം ഇൻസ്പിറേഷൻ പഠിപ്പിക്കും, ബൈബിളിൻ്റെ വെളിപാടിനെക്കുറിച്ച് പഠിപ്പിക്കും. അപ്പോൾ അദ്ദേഹം പറയും, എവരി വേർഡ് ഈസ് ഇൻസ്പയർഡ് എന്ന് പറയും, റെവലേഷനാണെന്ന് പറയും. എല്ലാ വചനത്തെ ബൈബിളിലെ എല്ലാ വാക്കും. അപ്പോഴും ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറയും, എവരി കുത്തും കോമായി റെവലേഷനാണെന്ന് പറയും. ഇപ്പം എൻ്റെ കൂടെ അണ്ണന്മാരുടെ ചിരിക്കും. സത്യപ്രപഞ്ചത്തിനൊക്കെ ചിരിക്കണ കൂട്ടത്തിലല്ല, പുള്ളികൾക്ക് നോക്കുകയുള്ളു. പക്ഷെ പിന്നീട് എൻ്റെ മനസ്സിൽ ഞാൻ ആശയം മാറ്റിയിട്ടില്ല. കർത്താവിൻ്റെ വചനത്തിൽ കുത്തും കോമായൊക്കെ പിന്നെ ചേർത്താണ്. അതിൻ്റെ ചില കുത്തും കോമായൊക്കെ പിന്നീട് ചേർത്താണ്. വചനം പാരഗ്രാഫ് തിരിച്ചപ്പോഴൊക്കെ ചേർത്തിട്ടുണ്ട്. R.S. സ്റ്റീഫനൊക്കെ 15-15 നൂറ്റാണ്ടിലൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്പരൊക്കെ വൈദ്യനൊക്കെ നമുക്ക് വായിക്കേണ്ട സഹോദരൻ നമ്പറിട്ട് തന്നില്ലേ? അപ്പോഴും ആ വചനത്തിൽ തൊട്ടപ്പോഴെല്ലാം എപ്പോഴും നമ്മൾ ചിലപ്പോൾ മനുഷ്യൻ്റെ ക്രിയ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂനത ഉണ്ടെങ്കിലും വെൻ വി ബിലീവ് ഇൻ ഇറ്റ് നമുക്കത് അനുഭവവേദ്യമാകും. അതാണ് എൻ്റെ വചനത്തിൻ്റെ. അതുകൊണ്ട് എപ്പോഴും ഈ ബിലീവ് ചെയ്യാനുള്ള ഒരു കഴിവെന്ന് പറയണത് ദൈവം നമ്മുടെ ഒരു സഹകരണത്തോടു കൂടി ദൈവം ഓരോരുത്തർക്കും നൽകേണ്ട പ്രത്യേക ദാനമാണെന്നുള്ളതാണ് ശരിക്കും ഇവർ പത്രോസ് ബിലീവ് ചെയ്യുന്നതിൽ ഇത്തിരി ഒരു പിന്നാക്കം നിന്നായിരുന്നു. കാര്യം മനസ്സിലാകാഞ്ഞുകൊണ്ടാണ്. കർത്താവ് പത്രോസ് പറഞ്ഞില്ലേ, നമ്മുടെ ജെറുസലേമിലേക്ക് പോവുകയാണ്, മനുഷ്യപുത്രൻ ശത്രുക്കൾ ഏൽപ്പിക്കപ്പെടും, അവർ അവനെ പീഡിപ്പിക്കും, വധിക്കും, 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ വധിക്കുമെന്നുള്ള കാര്യം വരെ പത്രോസ് കേട്ടുള്ളൂ. ഉയർത്തെഴുന്നേൽക്കുന്നത് പുള്ളിയാത്തെ ശ്രദ്ധിച്ചില്ല. പുള്ളി കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഈ ജൂഡാസൊക്കെ ഇപ്പം തന്നെ ഇതിൻ്റെ അകത്ത് പ്രശ്നങ്ങളോട് തൊഴുത്തി കുത്തി കൊണ്ടടക്കുകയാണ്.
നീ വധിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂദാസ് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ ആൾക്കാരെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. പറഞ്ഞത് പറഞ്ഞു, ഇനി പറയരുതെന്ന് പറയും. അപ്പം പത്രോസ് ആത്മാർത്ഥം കൊണ്ട് പറഞ്ഞ കേട്ടോ. കർത്താവ് പറഞ്ഞു, സൈറ്റൻ, പണ്ട് ഇതുപോലെ നീ വന്നിരുന്നു, അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇന്ന് നീ പത്രോസിനെ കടമെടുത്ത് പത്രോസിൻ്റെ കൂടെ ആണ് നീ എന്നെ സമീപിക്കണത്. ഈ ഗോ ബിഹൈൻഡ് എന്ന് പറയും, നീ പുറകെ പോകാൻ പറയും. അങ്ങനെ പത്രോസിന് ഭയങ്കര ചമ്മലായി. പത്രോസിനെ കർത്താവിനെ ആട്ടി ഓടിച്ചില്ലേ, സാത്താനെ ആട്ടി ഓടിച്ചപ്പോൾ. പക്ഷെ എന്നാലും പത്രോസ് ഇത് വിശ്വസിക്കണമെന്നുള്ളത് പിതാവിന് ഭയങ്കര ഒരു സീരിയസ് വിഷയമായി. അതുകൊണ്ട് അങ്ങനെ ദൈവം തൽക്കാലത്തേക്ക് പത്രോസിനെ ശാസിച്ചെങ്കിലും താബോർ മലയിൽ അടിവാരത്തിൽ ചെന്നപ്പോൾ അപ്പാ പറഞ്ഞു, പത്രോസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. ഉടനെ അപ്പോഴ് ഈശോ മറ്റുള്ള 9 പേരോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് നേരം ഇവിടെ നിൽക്കുക കേട്ടോ. പത്രോസിനെ വിളിച്ചു, പത്രോസ് കൂടെ വരാൻ പറഞ്ഞു. പിന്നെ പത്രോസ് അങ്ങനെ ബാക്കി യോഹന്നാനെയും യാക്കോബിനെയും കൂടി കൂട്ടി. അവർ 3 കൂടി പോയി. മലയുടെ ഉച്ചയെത്തിയപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നതോടുകൂടി ഇവൻ്റെ ഭാവം അങ്ങ് മാറി, ഇവൻ സൂര്യനായി മാറി. പത്രോസ് വിസ്മയിച്ചു പോയി. ആ സൂര്യനിൽ അവൻ യേശുവിനെ മാത്രമല്ല, ഏലിയാനെ കണ്ടു, മരിച്ചുപോയ മോസസിനെ കണ്ടു. അപ്പോൾ പിതാവ് പത്രോസിനോട് പറഞ്ഞു, യാക്കോബിനോട് പറഞ്ഞു, യോഹന്നാനോട് പറഞ്ഞു, താബോർ മലയിൽ ഇവനെ ജ്ഞാനസ്നാനപ്പെടുത്തി തരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് പറഞ്ഞു. മർക്കോസ് 9:7. അപ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. പക്ഷെ നിങ്ങൾ അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാനോ അവനെ വിശ്വസിക്കാനോ നിങ്ങൾ തയ്യാറായില്ല. ഇപ്പം നിങ്ങളോട് പറയുന്നു, അവനെ നിങ്ങൾ ശ്രവിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രത്യേകിച്ച്. കാരണം തിരുവുത്ഥാനത്തെക്കുറിച്ച് അപ്പായാണ്. ആ തിരുവുത്ഥാനമാണ് ശരിക്കും താബോറിൻ്റെ പ്രധാന പ്രമേയം. ഇവരെ ശ്രവിക്കാൻ പറയണത് തിരുവുത്ഥാനത്തെ സംശയിച്ചിരുന്നതുകൊണ്ടാണ് പത്രോസ് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയണത്. അതിൻ്റെ മെയിൻ കാരണങ്ങൾ. അപ്പം തിരുവുത്ഥാനം ഇപ്പോഴും വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെന്താണ്? ഉയർപ്പിനെക്കുറിച്ച് ഇപ്പം പറയണതെല്ലാം ശ്രദ്ധിക്കണം എന്ന ഒരർത്ഥം കൂടി അതിനകത്തുണ്ട്. നമ്മൾ ഉയർപ്പിലേക്ക് പോകുമ്പോൾ അത് വിശ്വസിക്കണമെങ്കിൽ ഈ ചെവിയുടെ അകത്ത് വേറൊരു ചെവി വേണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയും. ആ ചെവി എന്ന് പറയുന്നത് അനോയിൻറ്റിങ് ഇയറാണ്. നമ്മൾ കാണുന്ന പോലെ സാധാരണ കേൾക്കുന്ന സ്വരമല്ല അത്. അതിൻ്റെ അപ്പുറത്ത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, നെഗറ്റീവ് കാലങ്ങളിലെ നമ്മൾക്ക് വചനത്തിൻ്റെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അനുഗ്രഹം പോരാ, അനോയിൻറ്റിങ് വേണം, അഭിഷേകം വേണം. കാര്യം ഈ അഭിഷേകം എന്നുള്ള വിഷയം ബൈബിൾ അവതരിപ്പിക്കുന്നത് എന്താണ്? നെഗറ്റീവ് പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾ സർപ്പങ്ങളെ പിടിക്കും, അവ നിങ്ങൾ ഉപദ്രവിക്കത്തില്ലെന്ന്. നിങ്ങൾ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ പൊള്ളിക്കത്തില്ല. നിങ്ങളെ ശബ്ദത്തിലൂടെ നടക്കും, ശബ്ദം മുക്കത്തില്ല. അപ്പോൾ എല്ലാം നെഗറ്റീവ് സാഹചര്യത്തിലൂടെ പോകുമ്പോഴാണ് അതിൻ്റെ ദംശനം ഏക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ മോശം കാലാവസ്ഥയിൽ ജീവിക്കുന്നതിനാണ്. അപ്പം അന്ന് അനുഗ്രഹങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമില്ലാത്ത കാലമുണ്ട്. പക്ഷെ അത് അനുഗ്രഹമില്ലാത്ത കാലത്ത് നമുക്ക് വേണ്ടത് അഭിഷേകമാണ് വേണ്ടത്. അപ്പം എപ്പോഴും നമ്മൾ ട്രെയിൻ ചെയ്യണത് ഈ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള നമുക്ക് തരുന്ന കാറ്റഗിസത്തിൻ്റെ കാലങ്ങളിലെല്ലാം ഇതുപോലെ ഒരു അഭിഷേകം നമുക്ക് വേണ്ടി വരും. കാര്യം പലപ്പോഴും പീഡാനുഭവത്തിൻ്റെ കൂടെയാണ് പുനരുത്ഥാനത്തിൻ്റെ സിലബസ് വരണത്. ബൈബിളിലും അങ്ങനെയാണ്, അതിൻ്റെ അകത്ത് തെറ്റിയിട്ടില്ല. എപ്പോഴും ഇപ്പോൾ ഓർക്കണം, ക്ലേശകാലങ്ങളിൽ
നമ്മൾ ഓർക്കേണ്ടത് വിറപ്പിനെക്കുറിച്ചാണ്, ക്ലേശത്തെക്കുറിച്ചല്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ നാമം മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എനിക്ക് അവസരം തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജിനി സേവ്യർ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം രൂപത മാള കൃഷ്ണൻകോട്ട എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റ് 26 എനിക്ക് 2021 ഒരു സ്കിൻ അലർജി ഉണ്ടായിരുന്നു. വയറിൻ്റെ സൈഡിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ, ഈ കുരുക്കുകളൊക്കെ വന്ന് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലായിരുന്നു. അത് വെള്ളം ഒലിക്കും, കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൂടി വന്ന് പല ഭാഗത്തായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5ാമത്തെ പുതുക്കലിന് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് 5ാമത്തെ പുതുക്കലിന് എനിക്ക് സാക്ഷ്യം പറയാൻ എഴുതണം എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലം പുരട്ടുകയും ഉപ്പ് വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ 5ാമത്തെ പുതുക്കൽ സാക്ഷ്യം എഴുതിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്നവരെയും ആ സ്കിൻ അലർജി എന്ന അസുഖം ഉണ്ടായിട്ടില്ല. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കൂടാതെ 2ാമത്തെ സാക്ഷ്യം, എനിക്ക് 21 വർഷത്തോളമായി തുമ്മൽ, സ്മെല്ലൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, ഒന്നിൻ്റെയും ടേസ്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 5-10 പ്രാവശ്യം തുമ്മിയാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അതുപോലെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മൂക്കടപ്പും ഒരു സാധാരണ ജലദോഷം വന്നാലും എനിക്ക് അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ആവി പിടിച്ചൊക്കെയാണ് ഞാൻ ഉറങ്ങണത്. അതുപോലെ ഞാൻ ഡോക്ടറെ കണ്ട് തുമ്മലിന് ENT കണ്ട് പല ഡോക്ടർമാർ കണ്ട് ENT, ഹോമിയോ, ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചു. ലാസ്റ്റ് ENT കണ്ട് ഡോക്ടർ എൻഡോസ്കോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പ് ചെയ്തപ്പോൾ മൂക്കിൽ ദശ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി മരുന്ന് കഴിച്ചിട്ടും മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അതുകൂടാതെ ഞാൻ ഉപ്പ് വെള്ളത്തിൽ കുളിക്കും, പിന്നെ തൈലം മൂക്കിലൊക്കെ പുരട്ടുമായിരുന്നു. 7ാമത്തെ പുതുക്കലിന് ഞാൻ അച്ഛനെ കണ്ട്, അച്ഛൻ സൈത്ത് പൂശി മൂക്കിൽ പുരട്ടിക്കൊണ്ട് കുറച്ച് നേരം പുരട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് വരെ എനിക്ക് ആ അസുഖം ഉണ്ടായിട്ടില്ല. സ്മെല്ലും ടേസ്റ്റുമൊക്കെ അറിയാം. അതുപോലെ ഞാൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് ഞാൻ ഇങ്ങനെ വേസ്റ്റായി പോകുമ്പോൾ ഞാൻ തിന്നും. അപ്പോൾ മക്കൾ പറയും, അമ്മ അത് വളിച്ചിട്ടുണ്ടെന്ന് പറയും. അറിയുന്നുണ്ടായിരുന്നില്ല അതൊന്നും. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല. അത് മാറി തന്നു. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി. അതുപോലെ 2021 15 വർഷമായി എനിക്കൊരു യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് ഡോക്ടറിനെ കാണിച്ചപ്പം മാറും. പിന്നെ ഒരിടത്തും പോകാൻ എനിക്ക് പറ്റുന്നുണ്ടായില്ല. ഏത് നേരവും യൂറിൻ പാസ് ചെയ്യണമെന്ന ഒരു തോന്നലുണ്ടാകുമായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ ഡോക്ടറെ കണ്ട് ഡോക്ടർ ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ബ്ലാഡറിൽ യൂറിൻ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛനെ ഞാൻ കണ്ട്. അച്ഛൻ എനിക്ക് സൈത്ത് കയ്യുമ്പോൾ തന്നുകൊണ്ട് പറഞ്ഞ് അടിവയറ്റിൽ പുരട്ടാൻ പറഞ്ഞ്. അങ്ങനെ ഞാനത് പുരട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല. യൂറിൻ പാസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല. അതൊക്കെ മാറിക്കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ഒരു വൃദ്ധസദനത്തിൽ പോകും, അമ്മമാരെയൊക്കെ കുളിപ്പിക്കാറുണ്ട്. അതുപോലെ വിശുദ്ധ കുർബാനയിൽ പണ്ടൊക്കെ ഞായറാഴ്ച കുർബാനയാണ് ഞാൻ കണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊള്ളും. അതുപോലെ കുമ്പസാരം, ഈസ്റ്ററിന്, ക്രിസ്മസിനൊക്കെയാണ് ഞാൻ കുമ്പസാരിക്കാറുള്ളത്. ഇപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം, കൂടിയാൽ 1 മാസം അങ്ങനെ ഞാൻ ഇപ്പോൾ കുമ്പസാരിക്കാറുണ്ട്. അതുപോലെ പൊതിച്ചോറ്,
ഞാൻ പല സ്ഥലങ്ങളിലും കൊടുക്കാറുണ്ട്. പിന്നെ പത്രം ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും അതുപോലെ ഗവൺമെൻറ് ആശുപത്രിയിൽ രോഗികൾ വരുമ്പോൾ അവർക്ക് ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ രോഗസൗഖ്യം പറഞ്ഞ് ഞാൻ അവർക്ക് പത്രം കൊടുക്കാറുണ്ട്. ഓരോരുത്തരും അത് വേഗം മേടിച്ച് എൻ്റെ ഒരു 10 മിനിറ്റിനുള്ളിൽ എൻ്റെ പത്രങ്ങളൊക്കെ കൊടുത്ത് ഞാൻ വീട്ടിലോട്ട് വരും. പത്രമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് ഉണ്ടാവണത്. ഒരു മനസ്സിന് സമാധാനം കിട്ടും. അത് കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക്. അതുപോലെ എൻ്റെ ഇത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വലിയൊരു വചനമാണ് കിട്ടിയത്. സങ്കീർത്തനം 69:11. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം നൽകണമേ എന്ന് ഉള്ള വചനമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഈശോയ്ക്ക് എനിക്ക് തന്ന കൃപയ്ക്ക് ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 28-ാം തിരുവചനം. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക. ജിനി സേവിയർ എന്ന ഈ സഹോദരിയുടെ വളരെ ഹൃദയസ്പർശിയായ സാക്ഷ്യമാണ് എൽത്താരയിൽ മകൾ ഏറ്റുപറഞ്ഞത്. മരിയൻ ഉടമ്പടി ചെയ്തതിന് ശേഷം മകൾക്കുണ്ടായ ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് മകൾ ഏറ്റുപറയുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ വലിയ ജീവിതഭാരം ലഘൂകരിച്ച ഒരു സാക്ഷ്യമാണിത്. സൗഖ്യത്തിലൂടെ ഈ മകളെ 23 വർഷമായിട്ടുണ്ടായിരുന്ന സ്കിൻ അലർജി, തുമ്മൽ, അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ, യൂട്രസിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിശുദ്ധ അമ്മ ഞൊടിയിടയിൽ 5-ാമത്തെ പ്രാവശ്യം വളരെ വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിച്ച് ഈശോയോടുള്ള വിശ്വസ്തത ഏറ്റുപറയുമ്പോഴാണ് ജീവിച്ചപ്പോഴാണ് ഈ മകൾക്ക് തൻ്റെ തുമ്മലും ടേസ്റ്റും അതുപോലെ തന്നെ സ്മെല്ലും മനസ്സിലാകാത്ത അവസ്ഥ 23 വർഷക്കാലത്തേതായിരുന്നു. ഉടമ്പടി നിരന്തരമായി പുതുക്കി ഈശോയോടുള്ള വിശ്വസ്തത ഏറ്റുപറഞ്ഞ് ജീവിച്ചപ്പോഴാണ് ഈ മകൾക്ക് പരിപൂർണ സൗഖ്യം കിട്ടിയതെന്ന് ഈ മകൾ ഏറ്റുപറയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു 2 വർഷത്തിൽ 2 പ്രാവശ്യം മാത്രം കുമ്പസാരിച്ചിരുന്ന ഈ മകൾ ഇന്ന് തൻ്റെ ഈശോയോടുള്ള സ്നേഹം ഏറ്റുപറയുന്നത്, ഈശോയുടെ ഏറ്റവും വിശുദ്ധിയോടുകൂടെ അടുത്തിരിക്കുവാനുള്ള ആവശ്യകത കുമ്പസാരത്തിലൂടെ മനസ്സിലാക്കി എന്ന് ഈ മകൾ ഏറ്റുപറയുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നുള്ളത് വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇൻസെൻറ്റീവായി നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്. പക്ഷേ അതിലൂടെ ആദ്യമായി നമുക്കൊരു ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞാൽ ഈശോയെ വിട്ടുപോകരുത് എന്ന് ഈശോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അച്ഛനെ കാണുമ്പോഴായാലും അച്ഛൻ അത് തന്നെയാണ്, സംസാരിച്ചില്ലെങ്കിലും സൈലൻസിലൂടെ നിശബ്ദമായി നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് ഈശോയെ ഒരിക്കലും വഞ്ചിക്കരുത്, ഈശോയെ വിട്ടുപോകരുത്. അതിന് പരിശുദ്ധ അമ്മ നമ്മെ വളരെ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഈ പ്രാർത്ഥനാ പദ്ധതിയിൽ നാം ഏറ്റുപറയുകയും പങ്കുചേരുകയും ചെയ്യുമ്പോൾ ഈശോയോടുള്ള വിശ്വസ്തത നമുക്ക് എപ്പോഴും കണ്ടിന്യൂസായി ജീവിച്ച് പ്രകടിപ്പിക്കാം. ലോകത്തോട് ഈശോയോടുള്ള നാമം ഏറ്റുപറയാനുള്ള ധൈര്യവും ഈശോ ലോകരക്ഷകനാണെന്ന് ഏറ്റുപറയാനുള്ള ചങ്കൂറ്റവും നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജിനി സേവിയറിനെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും രോഗസൗഖ്യത്തിനും അതുപോലെ സമാനമായ രോഗ പ്രശ്നങ്ങളുള്ളവരെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും മാറ്റിയതിനെ ഓർത്ത് പ്രത്യേകം ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. യെശയ്യായുടെ പുസ്തകം 45-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചലവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. എൻ്റെ പേര് സൗമ്യ. ഞങ്ങൾ ന്യൂസിലാൻഡിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ് ലിജോ ജോയ്, മക്കൾ ഇമ്മാനുവൽ ആൻഡ് ഓസ്റ്റിൻ ലിജോ. ഞങ്ങൾ വർഷങ്ങളായിട്ട് ബഹ്റിനിൽ സെറ്റിൽഡായിരുന്നു. അവിടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ കുറേ നാളുകളായിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ നടക്കുമെന്നോ അതെന്നെക്കൊണ്ടാവുമെന്നോ ഒന്നും ഞാൻ കരുതിയില്ല.
അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു, സൗമ്യ നീ ഒരു കാര്യം ചെയ്യേ, മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ അടുത്ത് ചെന്ന് ഉടമ്പടി എടുക്ക്. ഉടമ്പടി എടുത്താൽ എല്ലാ കാര്യങ്ങളും നീ വിചാരിക്കുന്നതിനപ്പുറം മാതാവ് നിനക്ക് സാധിച്ചു തരും. അങ്ങനെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2022 ഒക്ടോബർ മാസം ഞങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ നിയോഗം സമർപ്പിച്ചു, അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ന്യൂസിലൻഡിനോ ഓസ്ട്രേലിയയ്ക്കോ ഒന്ന് പോകണം എന്നൊരാഗ്രഹമുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മ അത് സാധിച്ചു തരണം. ഞങ്ങൾക്കിപ്പം ജോലിയുണ്ട്, ജോലി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എന്നിരുന്നാലും ഒരാഗ്രഹം. അത് നല്ലതിനാണോ എന്നെനിക്കറിയില്ല. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് സാധിച്ചു തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അങ്ങനെ വന്ന് ഉടമ്പടി എടുത്തു. എന്നിട്ട് പോയി ഞാൻ IELTS പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു ഡിഫിക്കൽട്ടായിരുന്നു. ബിക്കോസ് ഡ്യൂട്ടി മാറ്റാൻ പറ്റത്തില്ല, നമുക്ക് ലീവ് കിട്ടത്തില്ല. അപ്പം ചെറുതായിട്ട് ഞാൻ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സ്വയം പ്രിപ്പയർ ചെയ്ത് എഴുതാൻ തുടങ്ങി. പല പ്രാവശ്യങ്ങളായിട്ട് എഴുതി. ഒന്ന് പോകുമ്പോൾ ഒന്ന് കിട്ടില്ല, ഒന്ന് കിട്ടുമ്പോൾ അടുത്തത് കിട്ടില്ല. അങ്ങനെ എല്ലാ പ്രാവശ്യവും ഓരോന്ന് പോയിക്കൊണ്ടിരുന്നു. ഞാൻ മാതാവിനോട് ചോദിച്ചപ്പം ഇത് പോകണ്ടായിരിക്കുമല്ലേ, അങ്ങനെ ആയിരിക്കും മാതാവിൻ്റെ ആഗ്രഹമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബൈബിൾ തുറന്ന് വായിക്കുമ്പം നമുക്കൊരു വെളിപാട് പോലെ ഒരു തോന്നലുണ്ടായി, ഇല്ല നമുക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാം, സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോയിട്ടൊന്ന് ട്രൈ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും പറഞ്ഞു, ഓക്കെ നീ ഒരു കാര്യം ചെയ്യ്, അങ്ങനെയാണെങ്കിൽ മാതാവിനെ എല്ലാം ഏൽപ്പിച്ചിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലൻഡിനും അപ്ലൈ ചെയ്തു. അപ്പോൾ ആങ്ങളെ ഓസ്ട്രേലിയയിലായതുകൊണ്ട് ഓസ്ട്രേലിയയ്ക്ക് വരിക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അവർ പറഞ്ഞു, സൗമ്യ നീ ന്യൂസിലൻഡിന് പോണേക്കായും ബെറ്റർ ഇങ്ങടേക്ക് വരുന്നതല്ലേ, നമ്മളെല്ലാവരും ഇവിടെയല്ലേ, അപ്പം നമുക്ക് നീ ഇവിടെ ആയിരിക്കുന്നതല്ലേ നല്ലത് എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ എന്നിരുന്നാലും ഞാൻ 2 സ്ഥലത്തേക്കും അപ്ലൈ ചെയ്തു. അപ്പം ഏത് സ്ഥലത്തേക്ക് പോകണമെന്നുള്ള കൺഫ്യൂഷൻ കാരണം അവരുടെ സമ്മർദ്ദം ഓസ്ട്രേലിയക്ക് ചെല്ലാനും എനിക്കറിയില്ല എവിടേക്ക് പോകണമെന്നുള്ളതും എവിടേക്ക് പോയാലാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാക്കി. അങ്ങനെ ഇരിക്കെ ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ ഈശോ എന്നോട് സംസാരിച്ചു, നിനക്ക് ആദ്യം ഏതാണോ കിട്ടുന്നത് ആ രാജ്യത്തേക്ക് പോവുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ എനിക്ക് ന്യൂസിലൻഡിലേക്ക് ആദ്യമായിട്ട് അഡ്മിഷൻ വന്നു. അപ്പോൾ അതൊരു 3 വർഷത്തെ കോഴ്സിനാണ് ഞാൻ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഏജൻസി എന്നോട് പറയുകയുണ്ടായി, സൗമ്യ നീ ഇത്രയും കോഴ്സ് ചെയ്തിരിക്കുന്നത് കൊണ്ട് മേ ബി ഒരു 2 വർഷമാക്കി കുറച്ച് തന്നേക്കാം, അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കരുത് എന്ന്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10-20 വർഷമായി പഠനം നിർത്തിയിട്ട് അപ്പം ജോലി തന്നെ ആയിരുന്നു. അതും ഒരു സെക്ഷനിൽ, ബയോകെമിസ്ട്രി എന്ന സെക്ഷനിൽ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പല സെക്ഷനുകളെക്കുറിച്ച് ഇനി പഠിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് അഡ്മിഷൻ കിട്ടി. അതും വെറും 9 മാസം മാത്രം ഞാൻ ചെയ്താൽ മതി എന്നുള്ള കോഴ്സ്. അപ്പോൾ ആ 3 വർഷത്തെ കോഴ്സ് 9 മാസത്തേക്കായി മാതാവ് എനിക്ക് ചുരുക്കി തന്നു. അങ്ങനെ ഞാൻ 9 മാസത്തേക്ക് കോഴ്സിന് പോകാനുള്ള പ്ലാനെല്ലാം തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തു. അങ്ങനെ ഞാൻ ഒക്ടോബർ മാസത്തിൽ 2023 ഒക്ടോബർ മാസം വീണ്ടും വരികയുണ്ടായി. ജപമാല റാലിയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഇത് മാത്രമായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. ഈശോയെ മാതാവേ, ഞങ്ങൾ ന്യൂസിലൻഡിന് പോകുന്നത് ഒരു സ്റ്റുഡൻറ്റ് വിസയിലാണ്, അതും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ഒരു ജോലി കളഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവിടെ ചെന്ന് എല്ലാം ഈശോയെ നീ അതൊന്ന് ഈസി ആക്കി തന്നേക്കണേ അമ്മേ മാതാവേ എന്ന് മാത്രമായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. അങ്ങനെ ജപമാലയിൽ റാലിയിൽ പങ്കെടുത്ത് തിരിച്ച് ഞങ്ങൾ ബഹ്റിനിലേക്ക് പോയി റെസിഗ്നേഷൻ വെച്ചു. എല്ലാം മാതാവിൻ്റെ സംരക്ഷണമെന്ന് പറയണം. എല്ലാം മാതാവ് എനിക്ക് കോഴ്സിന് പോകാനുള്ള ധൈര്യം തന്ന് മാതാവ് എന്നെ പറഞ്ഞയച്ചു. മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ കയറുമ്പോഴും ഞാൻ വിചാരിച്ചു, കല്യാണം കഴിഞ്ഞതിൽ പിന്നെ കല്യാണം കഴിയുന്നതിന് മുമ്പ് നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ. പക്ഷേ അതിനുശേഷം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എങ്ങനെ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും, പക്ഷേ ഒരു പ്രാവശ്യം പോലും അതിനൊരു ട്രയൽ നടത്തിയിട്ടില്ല. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് ന്യൂസിലൻഡ് വരെ എത്തുമോ സൗമ്യ? അമ്മച്ചി, ഞാൻ മാതാവ്
മാതാവിനെ ഏൽപ്പിച്ചേക്കാം, നീ ഒരു കാര്യം ചെയ്യും അമ്മച്ചി, മാതാവിനെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഇത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എനിക്ക് ഒരു ആശങ്കയും ഉണ്ടായിരുന്നില്ല. ഞാനൊരു ജോലി റിസൈൻ ചെയ്താൽ പോകുന്നതെന്നോ ഞാനൊരു പഠിക്കാൻ പോകുന്നതെന്നോ ഉള്ളൊരു ആശങ്ക പോലും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് മാതാവ് എന്നെ കൈ പിടിച്ച് തുള്ളിച്ചാടി ഓടിപ്പോകുന്നത് പോലെയാണ് ഞാൻ ആ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ അവിടെ ചെന്നു, കോഴ്സ് തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡും മക്കൾക്കും അങ്ങോട്ടേക്ക് വരാൻ പറ്റി. അതുകൂടാതെ കോഴ്സ് വളരെ സക്സസ്ഫുള്ളായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞത് രജിസ്ട്രേഷൻ കിട്ടുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം രജിസ്ട്രേഷൻ ഇല്ലാതെ വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ഞാൻ രജിസ്ട്രേഷനുള്ള പേപ്പറുകൾ ഓരോന്നോരോന്നായി അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ 2.5 മാസത്തോളം എടുത്താണ് ഞാൻ ഓരോ പേപ്പറുകളായിട്ട് അടുക്കി ഓരോന്നും ടിക്ക് ചെയ്ത് എല്ലാം റെഡിയായെന്ന് ഉറപ്പ് വരുത്തി ഞാൻ സബ്മിഷന് വെക്കുകയാണ്. അപ്പം സബ്മിഷന് വെക്കുമ്പം ഞാൻ എൻ്റെ സിസ്റ്ററിനോടും പറഞ്ഞു, എടി അനു, ഇനി ഒരു പേപ്പർ കൂടി എന്നോട് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും, എനിക്കറിയില്ല. അപ്പോൾ എന്നോട് അവൾ പറഞ്ഞത്, ചേച്ചി മെഡിക്കൽ സയൻസ് കൗൺസിൽ എന്തായാലും നമ്മളോട് ഒരു എന്തെങ്കിലുമൊക്കെ ചോദിക്കും, നമ്മൾ എന്തായാലും കൊടുക്കേണ്ടി വരും. ചേച്ചി ഇങ്ങനെ മാത്രം പ്രാർത്ഥിച്ചാൽ മതി. എന്തെങ്കിലും പേപ്പർ ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് കൊടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരിക്കണേ, എനിക്കത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരിക്കണമേ എന്ന് മാത്രം നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തത്. അങ്ങനെ സബ്മിറ്റ് ചെയ്തു. ഞാൻ സാറ്റർഡേ ആണ് സബ്മിറ്റ് ചെയ്യുന്നത്, സാറ്റർഡേ ഈവനിങ്ങിൽ. എനിക്ക് അത്ഭുതം എന്ന് പറയട്ടെ, മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ മാത്രം ഉള്ളതുകൊണ്ടാണ്. എന്നേക്കായി മുമ്പ് സബ്മിറ്റ് ചെയ്തവർ 3 മാസം വെയിറ്റ് ചെയ്തു, അവർക്ക് രജിസ്ട്രേഷൻ കിട്ടിയില്ല. ഞാൻ സാറ്റർഡേ സബ്മിറ്റ് ചെയ്തു. മൺഡേ ആണ് നെക്സ്റ്റ് വർക്കിംഗ് ഡേ 10 o'clock മുമ്പ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി. അതെന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശ്വസിക്കാൻ പോലും ആയില്ല. മാതാവ് ഇതെങ്ങനെ ചെയ്തു എനിക്ക് പോലും അറിയില്ല. അത് ഒരു പേപ്പർ പോലും എക്സ്ട്രാ ഡോക്യുമെൻ്റ് എന്നോട് ചോദിച്ചില്ല എന്നുള്ളതാണ് അടുത്ത അത്ഭുതം. എന്നേക്കായി മുമ്പ് അപ്ലൈ ചെയ്ത ഒരാൾക്ക് പോലും രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല. അതും ഒരു ടെക്നീഷ്യനായിട്ടാണ് എനിക്ക് രജിസ്ട്രേഷൻ കിട്ടിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൊഫഷൻ ടെക്നോളജിസ്റ്റാണ്. അപ്പം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ, അമ്മേ മാതാവേ, എനിക്കൊരു ടെക്നീഷ്യനായിട്ടെങ്കിലും നിന്നാൽ മതി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി ടെക്നോളജിസ്റ്റായിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇനി ടെക്നീഷ്യനായിട്ട് എന്നെ അങ്ങ് നിന്നേക്കാം, എനിക്കതൊന്നും കുഴപ്പമില്ല, ഇനി ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചാൽ മതി. അപ്പം ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തു. ആദ്യത്തെ ജോലി കിട്ടി. അവർ വളരെ കുറച്ച് സാലറിയാണ് എന്നോട് പറഞ്ഞത്. അപ്പം എനിക്കത് കേട്ടപ്പോൾ വളരെ സങ്കടമായി. ഞാൻ പറഞ്ഞു, എനിക്കത് കേട്ടപ്പോൾ തന്നെ ഞാൻ ആരോടും ആലോചനയൊന്നും ചെയ്തില്ല. അപ്പം തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇതിന് ഇൻട്രസ്റ്റഡ് അല്ല, എനിക്ക് ഇത്രയും സാലറി പോരാ എന്ന്. അതിനുള്ള ധൈര്യം എവിടെ നിന്ന് വന്നു എന്ന് പോലും എനിക്കറിയില്ല. അപ്പം എൻ്റെ വീട്ടുകാരെല്ലാവരും എന്നോട് ചോദിച്ചു, സൗമ്യ നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എല്ലാവരും ജോലിക്ക് വേണ്ടി ഇവിടെ സ്ട്രഗിൾ ചെയ്യുക, നിനക്കൊരെണ്ണം കിട്ടിയതല്ലേ, നീ അതെന്തിനാ കളഞ്ഞത് എന്ന് എന്നോട് ചോദിച്ചു. പക്ഷെ അപ്പോഴും ചോദിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ മാതാവ് എനിക്കിതിന് നല്ലത് തരും എന്നുള്ള ഒരു ഉറച്ച ബോധ്യം എൻ്റെ എവിടെ നിന്നോ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്യുന്നു. അവർ പറഞ്ഞ സാലറി എനിക്ക് തരുന്നു. ഞാൻ അങ്ങനെ മാതാവിൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് നല്ലൊരു ജോലി തന്നു. അതിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ അതും റെസിഡൻസിക്ക് മീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 1 വർഷം മാത്രമാണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് റെസിഡൻസി കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്തു. അപ്പം റെസിഡൻസിക്ക് മീറ്റ് ചെയ്യുന്ന സാലറി ഇല്ല. ഞാൻ വീണ്ടും പല സ്ഥലങ്ങളിലേക്കായി അപ്ലൈ ചെയ്തു. അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത്, അവരും തരാൻ ഒരു സാധ്യതയില്ല, തരുമോ, എനിക്ക് ഒരു ഉറപ്പുമില്ല, വേണ്ട ഡാഡി ഞാൻ പോകുന്നില്ല ഇൻ്റർവ്യൂവിന്. അപ്പം കൊച്ചിൻ്റെ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, കൊച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം, ആ പാരൻസ് മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യണ്ടേ, ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ. അപ്പം ഓക്കെ, അന്ന് നീ അത് ക്യാൻസൽ ചെയ്തോ എന്ന് ഞാൻ പറയും. ഞാൻ ആ ഇൻ്റർവ്യൂ ക്യാൻസൽ ചെയ്തതിന് ശേഷം എൻ്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞു, സൗമ്യ നീ അത് ക്യാൻസൽ ചെയ്യരുതായിരുന്നു, നീ അതൊന്ന് എങ്ങനെയെങ്കിലും ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അവരോട് ഒരു ചാൻസോടെ ചോദിച്ചു നോക്കുമെന്ന്. ഞാൻ 1 പ്രാവശ്യം കൂടെ മെയിൽ ചെയ്ത് നോക്കി, നിങ്ങൾ എനിക്ക് ഒരു ചാൻസോടെ തരാമോ, എനിക്കിങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നത് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടാണ് എന്നുള്ള പറഞ്ഞിട്ട് ഞാൻ 1 പ്രാവശ്യം കൂടെ റിക്വസ്റ്റ് ചെയ്ത ഉടനെ അവരെനിക്ക് വീണ്ടും
അവർ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവരെനിക്ക് വീണ്ടും ഇൻ്റർവ്യൂ തന്നു. ഞാൻ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു, അത് പാസ്സായി. അടുത്ത ഇൻ്റർവ്യൂവിന് വീണ്ടും വിളിച്ചു, ആ ഇൻ്റർവ്യൂവും കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ കൺസേൺ ഒന്ന് മാത്രമായിരുന്നു, റെസിഡൻസിക്കുള്ള സാലറി മീറ്റ് ചെയ്യാനുള്ള ഒരു ജോലി കിട്ടുക എന്നുള്ളത്. അപ്പം ഞാൻ കൃത്യമായിട്ട് ഇത്ര സാലറി വേണമെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവർ പറഞ്ഞു, സൗമ്യ നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ചെയ്യണം, ആ എക്സാമിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നിനക്ക് ഈ സാലറി ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ എന്ന്. ഞങ്ങളങ്ങനെ 4.5 മണിക്കൂർ യാത്ര ചെയ്ത് പ്രാക്ടിക്കൽ എക്സാം പോലെ ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അവിടെ ചെന്നു, അവർ പ്രാക്ടിക്കൽ ഓരോരോ കാര്യങ്ങളായി ചോദിക്കാൻ തുടങ്ങി, മാറി മാറി ചോദിക്കാൻ തുടങ്ങി. അതും ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നിട്ട് ചോദിക്കാൻ തുടങ്ങി. അതൊരു റൂമിനകത്തല്ലായിരുന്നില്ല, ഡിപ്പാർട്ട്മെൻറ്റിനകത്തേക്ക്. അതിനുശേഷം അവരെനിക്കൊരു സ്ലൈഡ് തരികയായിരുന്നു. ആ സ്ലൈഡ് അപ്പം ഞാൻ ജസ്റ്റ് മൈക്രോസ്കോപ്പ് ഫോക്കസ് ചെയ്തതേ ഉള്ളൂ. ആ അപ്പം തന്നെ അവരെന്നോട് ചോദിക്കുക, ഇതിലെന്താ നിനക്ക് കാണാൻ പറ്റുന്നത്, ഇത് എന്ത് അസുഖമാണ്? അപ്പം ഞാൻ പറഞ്ഞു, ലെറ്റ് മീ ഹാവ് എ ലുക്ക്, എനിക്കതൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് കണ്ടില്ലല്ലോ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ എന്ന് പറയുകയുണ്ടായി. ആ സമയത്ത് എനിക്കറിയത്തില്ല, ആ സ്ലൈഡ് കാണുന്ന ഉടനെ എനിക്ക് അതിൻ്റെ ആൻസർ, ഇത് എന്ത് അസുഖമാണ് ആ പേഷ്യൻറ്റിന്. ഞാൻ ചോദിച്ചു, ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ ഹിസ്റ്ററി എങ്കിലും തരാമോ? അവരൊരു ക്ലിനിക്കൽ ഹിസ്റ്ററി പോലും എന്നോട് പറഞ്ഞില്ല. അപ്പം ക്ലിനിക്കൽ ഹിസ്റ്ററി അവർ ജസ്റ്റ് എന്നോട് മാതാവ് ചോദിക്കാൻ പറയും, അതിൻ്റെ ക്ലിനിക്കൽ ഹിസ്റ്ററി എന്താണെന്ന് പറയാൻ. ഞാൻ ക്ലിനിക്കൽ ഹിസ്റ്ററി ഒന്ന് ചോദിച്ചു, എനിക്കറിയത്തില്ല. മാതാവ് എനിക്ക് ആ സ്ലൈഡിൻ്റെ ഉത്തരം പറഞ്ഞു തരികയായിരുന്നു. ഉത്തരം പറഞ്ഞു, അതിൻ്റെ ആൻസർ കറക്റ്റ്. അവരെന്നെ ഇൻ്റർവ്യൂ ഓക്കെ. അപ്പം തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ 2 ദിവസത്തിനകം അറിയിക്കാം സൗമ്യ എന്ന്. ഞാൻ 2 ദിവസത്തിനകം അവർ പറഞ്ഞു, സൗമ്യ ഞങ്ങൾ ഹാപ്പിയാണ്, നീ പറഞ്ഞ സാലറി നിനക്ക് ഞാൻ തരാം. ഞാൻ അങ്ങനെ ഇവിടെ റെസിഗ്നേഷൻ വെക്കുന്ന ഉടനെ അവരെന്നോട് പറയുക, അപ്പം തന്നെ എന്നോട് വിളിച്ചിട്ട് പറയുക, സൗമ്യ നിനക്ക് ഇപ്പം അവിടെ നിനക്ക് എന്ത് സാലറിയാണോ അവർ തരാൻ ഉദ്ദേശിക്കുന്നത്, നിനക്ക് ഞങ്ങൾ അത് ഇവിടെ തരാം, നീ ഇവിടെ നിന്ന് പോകണ്ട എന്ന്. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമായിരുന്നു. കാര്യം 4.5 മണിക്കൂർ ഞങ്ങൾ ട്രാവൽ ചെയ്ത് മക്കളുടെ എല്ലാം സ്കൂളുകൾ മാറ്റണം, അത് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവാണ്. ഇതൊക്കെ ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഈസിയായി, അവിടെ തന്നെ ജോലി ലഭിക്കുന്നു. അപ്പോഴേക്കും എനിക്ക് മെഡിക്കൽ സയൻസ് കൗൺസിലിൽ നിന്ന് എന്നോട് പറയുക, സൗമ്യ സയൻറ്റിസ്റ്റിൻ്റെ എക്സാം എഴുതാതെ നിനക്ക് രജിസ്ട്രേഷൻ തരാൻ പറ്റില്ല, അല്ലെങ്കിൽ നീ ടെക്നീഷ്യനായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന്. അപ്പം എക്സാം 3 പ്രാവശ്യമാണ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 3 പ്രാവശ്യത്തിനകം ജയിക്കണം. അത് 3 പ്രാവശ്യം എക്സാം എഴുതുക എന്നുള്ളത് 1 വർഷത്തിനകം ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 8 hours ഡ്യൂട്ടിയാണ്, മക്കളെ നോക്കണം, ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല, ഞാനും മക്കളും മാത്രമായിട്ടാണ് ആ പുതിയ ജോലി സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പം ഇതെങ്ങനെ പഠിക്കും, ഇതെങ്ങനെ ഞാൻ പാസ്സാവും? അതും ഒരു ലിസ്റ്റ് ഓഫ് ബുക്സ്, അതും ചെറിയ ബുക്സുകളല്ല, വലിയ കട്ടിയുള്ള ബുക്സുകൾ. അപ്പം ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെയാണ് ഞാൻ പാസ്സാവുക? 20 വർഷമായിട്ട് ഞാൻ ബുക്ക് അടച്ചു വെച്ചേക്കുന്ന ഒരു വ്യക്തിയാണ്, അതും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ. ഇതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇൻഡിവിജ്വലായിട്ട് പാസ്സാവണം. അതെങ്ങനെ പാസ്സാവും? ഇതൊന്നും ഇനി നടക്കാൻ പോണില്ല, എനിക്ക് എന്തായാലും ടെക്നീഷ്യനായിട്ട് നിന്നാൽ മതി, ഇനി പറ്റത്തില്ല. അപ്പോൾ എൻ്റെ വീട്ടുകാരപ്പം ഞാനും ആലോചിച്ചു, മാതാവിനോട് കൊടുക്കാം, മാതാവിനെ കൊടുത്തു കഴിഞ്ഞാൽ മാതാവ് അത് ഏറ്റെടുത്തോളും. അപ്പം ഞാൻ വീട്ടുകാരോടും പറഞ്ഞു. അപ്പോൾ എന്നോടും പറഞ്ഞു, അവരെല്ലാവരും പറഞ്ഞു, സൗമ്യ നീ മാതാവിൽ ഉടമ്പടി എടുത്തേക്കുന്നതല്ലേ, പിന്നെ എന്തിനാ, നിൻ്റെ മാക്സിമം നീ ട്രൈ ചെയ്യൂ, പിന്നെ മാതാവിന് ഇഷ്ടമാണെങ്കിൽ തരട്ടെ. ഞാൻ മാതാവിനോട് ഇത്ര മാത്രമാണ് പറഞ്ഞത്, മാതാവേ ഞാൻ ടെക്നീഷ്യനായിട്ട് നിൽക്കാനും ഞാൻ ഹാപ്പിയാണ്, എനിക്കൊരു സന്തോഷക്കുറവുമില്ല. ഇനിയും സയൻറ്റിസ്റ്റായി എക്സാം എഴുതി പാസ്സായില്ലെങ്കിലും ഞാൻ സന്തോഷവതിയാണ്, നീ ഇത്രയും തന്നതിൽ ഞാൻ ധന്യാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങുന്നത്. വീണ്ടും ഞാൻ പഠിക്കുന്നു, രാവും പകലും ഇല്ലാതെ പഠനവും ജോലിയായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോഴും ഞാൻ പാസ്സാവുമെന്ന് കരുതിയില്ല. മാതാവിനെ ഏൽപ്പിച്ചു, മാതാവിന് ഇഷ്ടമാണെങ്കിൽ തരട്ടെ. ഞാൻ എക്സാം എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇപ്പോൾ കുറേ ടെക്സ്റ്റ് ബുക്കുകൾ ഇങ്ങനെ കവർ ചെയ്ത് പോയി. അപ്പം ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ വിചാരിക്കുക, ഇതെല്ലാം ഞാൻ വായിച്ച ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണല്ലോ, വായിക്കാത്ത ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നൊന്നും വന്നിട്ടില്ല. ഇത്ര ഈസി ആയിരുന്നു ഈ എക്സാം, ഞാൻ ഇതിനു വേണ്ടിയാണോ ഇത്രമാത്രം പ്രാർത്ഥിച്ചത് എന്നുള്ളൊരു അഹങ്കാരം എൻ്റെ മനസ്സിലേക്ക് കടന്നു കയറി ആ എക്സാമിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പം പിന്നിലേക്ക് വന്നപ്പം പിന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റുകൾ എക്സാം
ആ ബുക്ക് വായിച്ചിട്ട് പോലും ഇല്ലാത്ത ബുക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ചിലപ്പോൾ ഞാൻ പാസ്സാവുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അപ്പം റിസൾട്ട് വന്നപ്പം ഞാൻ പൊട്ടി, എനിക്ക് കിട്ടിയില്ല. അപ്പം 1.25 ലക്ഷം രൂപയാണ് ആ ഒരു എക്സാം എഴുതുന്നതിന്. ആ 1.25 ലക്ഷം രൂപ അങ്ങനെ തന്നെ പോയി. അപ്പം വീണ്ടും എക്സാം എഴുതണം. അതും 2 മാസത്തിനുള്ളിൽ അടുത്ത എക്സാം എഴുതിയിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ആ വർഷത്തിൻ്റെ അവസാനമേ ഉള്ളൂ എക്സാം. അപ്പം ഞാൻ വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പം രണ്ടാമത് എക്സാം എഴുതുന്ന സമയത്ത് ആദ്യത്തെ എക്സാമിൻ്റെ അത്രയും പോലും ഈസി അല്ലായിരുന്നു. വളരെ വളരെ ഡിഫിക്കൽട്ട്. എഴുതി കഴിഞ്ഞപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഇതെനിക്കുള്ളതല്ല, ഞാൻ ടെക്നീഷ്യനായിട്ട് തന്നെ നിൽക്കാനാണ് എൻ്റെ മാതാവിന് ആഗ്രഹം. അതുകൊണ്ട് ഞാനിതിൽ ഹാപ്പിയാണ്, എനിക്ക് കുഴപ്പമില്ല, ഇനി എക്സാം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ടെക്നീഷ്യനായിട്ട് തന്നെ റെസിഡൻസിക്കുള്ള സാലറി എല്ലാം മീറ്റ് ചെയ്തു. റെസിഡൻസിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കിട്ടി. ഇനി ഒരു ഉയർച്ച അതൊന്നും കുഴപ്പമില്ല, ഇത് മതി, ഉയർന്നതൊക്കെ ഇത്രയും മതി എന്നോർത്ത് ഞാൻ സന്തോഷവതിയായിട്ട് ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് നോക്കിയതുപോലും ഇല്ല. എന്തെങ്കിലും വരട്ടെ, വന്നാലും നോക്കാനൊന്നും ഇല്ലല്ലോ, തോറ്റുവല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എക്സാമിൻ്റെ അതാ ക്വസ്റ്റ്യൻസ്, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പോലും അതിലുണ്ടായിരുന്നില്ല. 2 വരികൾക്കിടയിലൂടെ വന്ന ക്വസ്റ്റ്യൻ എന്ന് വേണം പറയാൻ. അപ്പം ആ എക്സാം റിസൾട്ട് വന്നപ്പം ഞാൻ പാസ്സായി. അങ്ങനെ മെഡിക്കൽ ലബോറട്ടറി സയൻറ്റിസ്റ്റിൻ്റെ രജിസ്ട്രേഷനും എനിക്ക് കിട്ടി. പിന്നെ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. റെസിഡൻസിക്ക് അപ്ലൈ ചെയ്തു. എല്ലാ പേപ്പേഴ്സും ഞങ്ങൾക്കറിയില്ല, എത്രയോ പെട്ടെന്ന് പെടപെടാന്നാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒന്നിനും ഒരു ഡിലേ വരാതെ അങ്ങനെ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്തു. 2 മാസം കൊണ്ട് ഞങ്ങളുടെ ഏപ്രിലായിരുന്നു വിസ തീരുന്നത്. ഏപ്രിൽ 3-ാം തീയതി വിസ തീരുന്നു. ഫെബ്രുവരി 23-ന് ഞങ്ങൾക്ക് റെസിഡൻസ് ലഭിക്കുന്നു. ഇത് മാതാവിൻ്റെ മാധ്യസ്ഥം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ എക്സാമിനായാലും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായാലും റെസിഡൻസിക്ക് പാസ്പോർട്ട് അപ്ലൈ ചെയ്യുമ്പോഴായാലും എന്തിനായാലും നേർച്ച വസ്തുക്കൾ ഞാൻ എക്സാം എഴുതുമ്പം ഉപ്പ് ചുറ്റിനും വിതറി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അതുപോലെ വിശുദ്ധ തൈലം കണ്ണിലും ചെവിയിലും ചുണ്ടത്തും ഒക്കെ പെരട്ടി, അതായത് കണ്ണുകൊണ്ട് കാണുന്നതും വായിക്കുന്നതും ഒക്കെ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിച്ചു. അതുപോലെ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴായാലും ഞാൻ അവിടെ ഉപ്പ് വിതറിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളില്ലാതെ ഒരു കാര്യത്തിനും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അതുപോലെ പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിൽ ഞങ്ങൾ പണ്ടേ മുതൽ പ്രാർത്ഥനയുള്ളൊരു കുടുംബത്തിലുള്ളതാണ്. എന്നിരുന്നാലും ഈ ഉടമ്പടിയിൽ ആയതിൽ പിന്നെ കുമ്പസാരം വിശുദ്ധ കുർബാനയൊന്നും മുടങ്ങാതെ കാണണം എന്നുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉടമ്പടിയിലായതിൽ പിന്നെ അതിൻ്റെ പ്രാധാന്യം എന്തെന്നു കൂടി അമ്മ മാതാവ് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഞങ്ങളുടെ കുടുംബം മുഴുവനും എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കാനും ഒരു ദിവസം എന്താ പറയുക, ഒരു ദിവസം പോലും സന്ധ്യപ്രാർത്ഥന മുടങ്ങാതെ ഞങ്ങൾക്ക് ചെല്ലുവാനും ബൈബിൾ വായിക്കാൻ, ഞാനിപ്പോൾ 2 പ്രാവശ്യം ബൈബിൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഉടമ്പടി അതിനു മുമ്പൊന്നും ഞാൻ ഇതുവരെ ഒരു പ്രാവശ്യം പോലും ബൈബിൾ കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്തിട്ടില്ല. ഇടയ്ക്കൊന്ന് അപ്പോൾ സന്ധ്യപ്രാർത്ഥനയുടെ സമയത്ത് മാത്രം ഒന്ന് ബൈബിൾ വായിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പും ബൈബിൾ എടുത്ത് വായിച്ചിട്ട്, ഒരു പ്രാവശ്യം വായിച്ചിട്ട് അതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഉത്തരം കിട്ടുന്നത് വരെ ആ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. എനിക്ക് എവിടെയാണോ ഉത്തരം കിട്ടുന്നതെന്ന് തോന്നുമ്പോഴാണ് ഞാൻ ആ ബൈബിൾ വായന നിർത്തുന്നത്. അതുപോലെ കാരുണ്യ പ്രവർത്തികളാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിൽ, ഞങ്ങൾ അറിയാവുന്ന ആളുകളൊന്നുമല്ല, അറിയാത്ത ആളുകൾ, എൻ്റെ ചേച്ചി സിസ്റ്ററാണ്, അവൾക്ക് ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കും. അവൾ അത് ആർക്കൊക്കെയാണോ വേണ്ടത് ആ ആവശ്യക്കാർക്കെല്ലാം ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരുണ്യ പ്രവർത്തികൾ. പ്രാർത്ഥനാ ജീവിതം ഏറ്റവും ശക്തമാക്കാനും ദൈവത്തെ കൂടുതൽ ആഴമായി സ്നേഹിക്കുവാനും ഈ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തെ മുഴുവനും, എൻ്റെ മക്കളെ ആയാലും കൂടുതൽ വിശ്വാസത്തിലേക്ക് ഊട്ടിയുറപ്പിക്കുവാൻ ഈ സാക്ഷ്യം വഴി ഞങ്ങൾക്ക് മാതാവ് അനുഗ്രഹിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം തിരുവചനം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. ഈശോയെക്കുറിച്ച് കർത്താവിൻ്റെ സഹനദാസൻ എന്ന പ്രവചനമാണിത്. നാം ഓരോരുത്തരെക്കുറിച്ചും
ദൈവത്തിന് ഒരു വലിയ സ്വപ്നമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മളെല്ലാവരും ഉടമ്പടിയിലൂടെ നിത്യതയിലേക്ക് പ്രവേശിക്കണമെന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെയും ദൈവപിതാവിൻ്റെ വലിയ സ്വപ്നത്തെക്കുറിച്ച് ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൗമ്യ, നിജോ എന്ന ഇവരുടെ കുടുംബം മക്കളോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ അവർക്ക് പറയാനുള്ളത് അസാധ്യതകളുടെ ഒരു വലിയ ലിസ്റ്റ് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അവർക്ക് സാധ്യമായത്. അവർക്ക് ഈ സൗമ്യ വീണ്ടും വീണ്ടും ഏറ്റു പറയുന്നത്, ഞാനൊരു ലാബ് ടെക്നീഷ്യനായി ഒതുങ്ങിക്കൂടാം എന്ന് വിചാരിച്ച് ഉടമ്പടിയിൽ നിലനിൽക്കുന്നുവെങ്കിലും ആ എൻ്റെ സ്റ്റാറ്റസിനെ, എൻ്റെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസിനെ ഞാൻ ലോ ചെയ്ത് പരിശുദ്ധ അമ്മയെപ്പോലെ ആരും അറിയപ്പെടാതെ ജീവിക്കാം എന്നുള്ളൊരു നിലപാടിലൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴാണ് ദൈവപിതാവ് ആഗ്രഹിക്കുന്നൊരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുത്തതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. അവർക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇന്ന് അവർക്ക് ന്യൂസിലൻഡിൽ രജിസ്ട്രേഷനും റെസിഡൻസും അതുപോലെ തന്നെ ലബോറട്ടറി എക്സാം പാസ്സായി ഒരു സയൻറ്റിസ്റ്റ് ആകാനുള്ള രജിസ്ട്രേഷൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് സൗമ്യ ഇവിടെ വന്ന് മക്കളോടും ജീവിത പങ്കാളിയോടും ഒപ്പം വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. അതിനുള്ള അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് അവർ ഏറ്റു പറയുകയായിരുന്നു. ഞങ്ങൾ ഒരിക്കൽ പോലും പല കാര്യങ്ങളും സൗമ്യ ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് അവർ കാറിൽ സഞ്ചരിക്കുമ്പോഴും ഹസ്ബൻഡ് വീട്ടിലില്ലെങ്കിൽ ഞങ്ങളെപ്പോഴും ഓൺലൈനിൽ അല്ലെങ്കിൽ മീഡിയയിലൂടെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഒന്നിച്ചായിരിക്കാനുള്ള ഞങ്ങളുടെ വലിയ തീക്ഷ്ണതയും തീവ്രതയും ഞങ്ങളെപ്പോഴും സാധ്യമാക്കുമായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മയോടുള്ള കൂടിച്ചേർന്ന് അവരുടെ തീരുമാനങ്ങൾ എപ്പോഴും ഒന്നാണ്. കർത്താവ് കൂടെ പ്രവർത്തിക്കുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി എന്ന് രാവിലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. യേശുവിനെ സ്വന്തമാക്കുക എന്നതിനേക്കാൾ വലിയൊരു ശ്രേഷ്ഠമായ സ്വാർത്ഥത ഈ ലോകത്തിലില്ല. അതാണ് ഈ കുടുംബം ഇന്ന് ഉറ്റുനോക്കുന്നത്. അവർ നിത്യതയിലേക്ക് പ്രവേശിക്കാൻ അവരുടെ കുടുംബത്തെയും തലമുറയെയും എല്ലാം അതിന് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഈശോയ്ക്ക് എപ്പോഴും നന്ദി പറഞ്ഞ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ജീവിക്കുവാൻ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്താലും അവരുടെ സമയച്ചുരുക്കത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ്. 3 വർഷക്കാലം എടുക്കേണ്ടിയിരുന്ന ഒരു കോഴ്സിനെ 9 മാസം കൊണ്ടാണ് പരിശുദ്ധ അമ്മ അവരെ എയർലിഫ്റ്റിലേക്ക് കടത്തി വളരെ സാധ്യതകളുടെ ഒരു ലോകം അവസരം അവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് ഏറ്റുപറയുന്നു. സൗമ്യ, നിജോയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രവാസികളായി കഴിയുന്ന എല്ലാ മക്കളുടെയും ജീവിത പ്രതിസന്ധികളെയും അവരുടെ കോഴ്സുകളെയും അവരുടെ ഡോക്യുമെൻറ്റ്സിനെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച്